അപ്പോൾ നമ്മൾ 2 വീലും സെറ്റാക്കി. ഇനി നമുക്കിനി ക്രോസ് ഒരു കമ്പി ഇടണം. അപ്പോൾ ഒരു നീളത്തിൽ ഒരു പീസ് കമ്പി കയറ്റി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതേ അളവിൽ വേറൊരു കമ്പി കൊണ്ട് എടുക്കുന്നുണ്ട്. ഈ ഷേപ്പിൽ നമ്മളൊന്ന് വളച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 അറ്റം അതായത് ഈ വീലിനകത്ത് കിടക്കുന്ന രീതിയിൽ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. എന്നിട്ട് വീൽ അങ്ങോട്ടും ഇങ്ങോട്ടും നാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നീട്ടി 2 കമ്പി എടുക്കുന്നുണ്ട്. അതൊന്ന് അതിൻ്റെ ബോഡി സെറ്റ് ചെയ്യാൻ വേണ്ടി ആ ബോഡിയുടെ അറ്റത്ത് വെക്കാൻ വേണ്ടിയിട്ട് 2 ഷേപ്പിൽ 2 അറ്റത്ത് ഇതേപോലെ നമ്മൾ സെറ്റ് വെക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മളുടെ ഈ വലിയ C ഷേപ്പിൽ വളച്ചെടുത്തിട്ട് ബോഡിയായിട്ട് വെക്കുന്നത്. അതിപ്പോൾ നമ്മളുടെ ഇതേപോലെ ഈ വീഡിയോ കാണുന്ന പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നത്. അത് നമ്മൾ 200 ഉപയോഗിച്ച് തന്നെയാണ് കെട്ടി വെക്കുന്നത്. ഇതേപോലെ ഇത്രയും കെട്ടി വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ ക്രോസ് ആയിട്ട് 2 കമ്പി ഒരു സൈഡിൽ ഇങ്ങനെ കെട്ടി വെക്കണം. അതും നമ്മൾ ഇതേപോലെ 200 ഉപയോഗിച്ച് തന്നെ കെട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ബോഡിയിലേക്ക് സെറ്റ് ചെയ്യണം. ആ വീല് കിടക്കുന്ന ഭാഗത്തേക്ക് സെറ്റ് ചെയ്യണം. അത് നമ്മൾ 200 ഉപയോഗിച്ച് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കറക്റ്റ് സെൻറ്ററിൽ ഇരിക്കുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ ആ വീലിൻ്റെ. അതും നമ്മൾ ഈ 200 ഉപയോഗിച്ച് തന്നെ കെട്ടി സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഈ V ഷേപ്പ് പോണക്കുള്ള 2 നീളത്തിലെ കമ്പി എടുക്കുന്നുണ്ട്. നമ്മൾ ഈ കാളെ കെട്ടുന്ന ആ ഒരു പോർഷൻ പോലെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ 2 എണ്ണം നമ്മൾ കെട്ടിയത് കനത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഇതേപോലെ ചതുരത്തിലൊരു കമ്പി വളച്ച് ഫ്രണ്ടിൽ കെട്ടുന്നുണ്ട്. ഇതിൻ്റെ സെൻട്രലായിട്ട് ഇതേപോലെ ഒരു ക്രോസ് കമ്പി വെച്ചിട്ട് ഇതിൽ ഒരു സൈഡിൽ 2 എണ്ണം വെച്ചിട്ടുള്ള ഇതേപോലെ ചെറിയ പീസ് എടുത്ത് ക്രോസ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നമ്മൾ കെട്ടി വെക്കും. ഈ ഷേപ്പിൽ ഇത് നമ്മൾ അതിനകത്തിലേക്ക് കെട്ടി സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിങ്ങനെ കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാളവണ്ടിയുടെ പണിയെല്ലാം ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തൊന്ന് പെയിൻറ്റ് അടിച്ചെടുക്കണം. നമ്മളിത് ഈ കോപ്പർ പെയിൻ്റാണ് അടിക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ പെയിൻ്റ് അടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സാധനം നല്ല ലുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.